നമ്മള് വല്ല ചാറ്റിരിക്കോട്ടല്ല മറ്റേ കുലുക്കുന്ന സാധനമില്ല വിഷ്ണു. എന്താ സാധനം? അമ്യൂസ്മെന്റ് പാർക്ക് പോയ അവസ്ഥ കേട്ടോ റോഡില് കണ്ടോ. വിൻഷീൽഡ് പോയി നോക്കിയാൽ മതി ക്യാമറയില്. ഇത് നോക്കി നിങ്ങള് എന്താ ഇതിനൊക്കെ പറയാ. കാറാരൊക്കെ എങ്ങനെ കൊണ്ടുപോകുന്നുണ്ടോ ഞാൻ ആലോചിക്കുന്നത്. വണ്ടിന്ന് ഒരു കാറത്ത് ഒരാളും സംസാരിക്കുന്നത് പോലും ഇല്ല തമ്മില്. സംഗതി ഇപ്പോഴല്ലേ വിളിട്ടേ ഇങ്ങനെ ആട്ടി കഴിഞ്ഞാൽ സ്വാഭാവികല്ലേ. ഇതൊക്കെ കുറെ ആൾക്കാർ നടന്നു പോകുന്നത്. ഇവിടെ എന്തോ ഒരു എക്സ്പെഡീഷൻ നടക്കുന്നുണ്ട് കേട്ടോ. എന്റെ ഇപ്പോഴത്തെ മാരത്തോണാ തോന്നുന്നത്. അങ്ങനെ എന്തോ സംഗതിയാണ്. കുറെ ആൾക്കാർ പോകുന്നുണ്ട്. ഒരു ഫോറിനർ ആണ് എന്തായാലും ഫ്രണ്ടിലുള്ളത്. അവിടെ ഒരു വണ്ടി കിടക്കണില്ലേ, ഇങ്ങനെ സൂം ചെയ്തോണ്ടാട്ടോ അങ്ങ് താഴെ കിടക്കുന്ന സാധനം. താറാണത്. അവന്റെ മോനെ താറളിയത് ഷിറ്റടാ. അത് വൻ പൊളി പൊളിച്ചു കേട്ടോ. ഇവിടുന്ന് മറിഞ്ഞ് പോയേക്കാണ്. ജമ്മു കാശ്മീരിലെ ലഡാക്കിലൊക്കെ പോകുമ്പോൾ ഏകദേശം റോഡിന്റെ ഒക്കെ അവസ്ഥ ഇതാണ്. നമുക്ക് സൈഡിൽ ഫെൻസോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ മാക്സിമം നമ്മളുടെ സേഫ്റ്റി നോക്കുക. ഇപ്പൊ ഞാനൊക്കെ പൊതുവെ വിഷ്ണുവിനൊക്കെ അറിയാം, ഹൈവേയിലൊക്കെ പോകുന്ന സമയത്ത് ഇടയ്ക്കെങ്കിലും മൊബൈലൊക്കെ നോക്കാറുണ്ട്. ചുമ്മാ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ നോക്കി അങ്ങനെ വെക്കാറുണ്ട്. പക്ഷെ നമ്മൾ ഈ ലഡാക്ക് ജമ്മു കാശ്മീർ റോഡിലേക്ക് കയറിയതിനു ശേഷം മൊബൈല് ഇങ്ങനെ വെറുതെ ഷൂട്ട് ചെയ്യാനല്ലാതെ ഒരു കാരണവശാലും നമ്മൾ ഫോണ് ഉപയോഗിക്കാറില്ല അല്ലേ. ഈ വണ്ടിയൊക്കെ മറിഞ്ഞിറക്കണത് കേറ്റിട്ടേക്കാണോ? വണ്ടി ഇതൊക്കെ കേറ്റിട്ടേക്കുന്ന വണ്ടികളാണ്. ഇവിടുത്തെ റോഡിന്റെ അവസ്ഥ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ ഓൻ വരണ വരവ് കണ്ടോ. ഇതാണ് റോഡിന്റെ അവസ്ഥ. ഇത് ചില സ്ഥലങ്ങളിലൊക്കെ ഇതിനേക്കാൾ അവസ്ഥയാണ് അല്ല നിഹാലേ? ചില സ്ഥലങ്ങളിലൊക്കെ ഇതിനേക്കാളുള്ള അവസ്ഥയാണ്. പിന്നെ വരവ് കണ്ടോ. ലൈക്ക് വരവ് ഇൻ ദ സെൻസ് അത്രയും ചെറിയ നേരെ വഴി കൂടെ ഇവർ വരണത്. അത് ചെയ്യാല്ല പറയാം. ആ ലോറിയൊക്കെ വരുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. നേരെ വഴി കൂടെ ടയർ ആറിന് ആട്ടം കണ്ടോ. കണ്ടോ. അങ്ങനെ ലാച്ചുങ്കള എത്തി. ലാച്ചുങ്കള 16,616 ഫീറ്റ് ഹൈറ്റില് കിലോമീറ്റർ ആണ്. അപ്പൊ ഇനി നമുക്ക് താഴോട്ട് ഇറങ്ങാം. ഇതാട്ടോ അവസ്ഥ. രണ്ട് വണ്ടി ഒരുമിച്ച് വന്നു കഴിഞ്ഞാല് ഇതാണ് അവസ്ഥ. ആ ട്രക്കൊക്കെ നിർത്തി കൊടുത്താൽ ഞങ്ങൾ എഡ്ജിലാണ്. വേറൊരു ഓപ്ഷനും ഇല്ല. എഡ്ജിലാ. നമ്മള് വൻ ചരിത്രം കാണിക്കുന്നുണ്ട് വിഷ്ണു. എണ്ണ ലാഭിക്കലായിട്ട് ഗൈസ് തെറ്റിദ്ധരിക്കരുത്. ഞങ്ങൾക്ക് ഇനി 209 കിലോമീറ്റർ ഓടാണ്ട്. ഞങ്ങൾ എണ്ണ ഏകദേശം തീരാറായി. ആ അതെ, അതുകൊണ്ടാണ് ഞാൻ നോക്കിയത്. ഓക്കെ, നിങ്ങളെ നമ്മൾ ഷോർട്ട് കട്ട് എടുത്തേ. നമ്മൾ കണ്ടച്ച റോഡ് തന്നെ. ഇതിൽ ആൾറെഡി ഒരു ഈ ചെങ്ങായി എടുത്തു. ഇത് ട്രാവലർ എടുത്തു. പിന്നെ താറാരൊക്കെ എടുത്തു. ഗാങ് ഓഫ് താർസ് ഉണ്ടോ? ഗാങ് ഓഫ് താർസ് അവർ നമ്മൾ ഒരിക്കലും മിസ്സാവില്ലല്ലോ. എവിടെ നോക്കിയാലും അവരാണ്. പക്ഷെ അൾട്ടോക്കാരനെ ഞാൻ സമ്മതിച്ചിട്ടോ. ഓൻ ഗഡ്സ് എടുത്തോ ഈ റൂട്ട് ചൂസ് ചെയ്ത്. വെള്ളത്തൂർ ഓടിക്കാനുള്ള ആഗ്രഹം. ഒരു ആറ്റിറ്റ്യൂഡുള്ള ഫീറ്റ് ആറ്റിറ്റ്യൂഡുള്ള നക്കീല പാസ് ഇപ്പോൾ കവർ ചെയ്തു. അപ്പോൾ ഇനി വീണ്ടും നമുക്ക് ഇറക്കാം അല്ല വിഷ്ണു? യെസ്. പാസ് കയറുക, പാസ് ഇറങ്ങുക, കയറുക ഇറങ്ങുക. അതൊരു സ്വഭാവമായിട്ടുണ്ട്. വണ്ടി ഹീറ്റായി വണ്ടി കൂളാവും. എത്ര വണ്ടിയാണ് അല്ലേ. ഒരു ലോറി വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ സൈഡാക്കി കൊടുക്കേണ്ടി വരും. വേറൊരു ഓപ്ഷൻ അവർക്കും ഇല്ല, നമുക്കില്ല. കാരണം അവരിപ്പം കയറിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അവരെ വലി മുട്ടിക്കാൻ പറ്റില്ല. നമ്മളാണെങ്കിൽ ഇപ്പം പുതിയ ഒരു നാച്ചുറലിലേക്ക് എത്തി അല്ലേ. മരുഭൂമി പോലത്തെ മണ്ണ്, അതിൻ്റെ ഇടയ്ക്ക്
കൂട്ടം കൂട്ടായിട്ടുള്ള പച്ച ബുഷുകൾ വിഷ്ണു. പിന്നെ കറുത്ത മല മുമ്പിൽ, അതിന്റെ മേലെ സ്നോയും. സമയം 3:30 ആയിട്ടോ. നമ്മളെന്തായാലും അത്യാവശ്യം കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ട്. ഒരു 200 കിലോമീറ്റർ നമ്മൾ എന്തായാലും ഇപ്പോൾ കവർ ചെയ്തിട്ടുണ്ടാവും. ഇല്ല, 200 കിലോമീറ്റർ അടുത്ത കവർ ചെയ്തിട്ടുണ്ടാവുള്ളൂ. കാരണം സർച്ച് എത്തി കഴിഞ്ഞാൽ 200 കിലോമീറ്റർ ആവുള്ളൂ. ഇങ്ങനെയായിട്ട് നമ്മൾ ചുരം ഷോർട്ട് ലാഭിക്കുന്നത്. പ്രോപ്പർ പോകാനുള്ള വഴിയുണ്ട്, പക്ഷെ കുറച്ച് അഡ്വഞ്ചറാണ്. നമുക്ക് അഡ്വഞ്ചർ താല്പര്യം ഉള്ളത് കൊണ്ട് നമ്മൾ ഇങ്ങനെ റിസ്ക് എടുത്ത് പോകുന്നു. അവിടെ ചവിട്ടി ഇറങ്ങിക്കോട്ടെ. കാരണം എന്താ വെച്ചാൽ ഇതിറങ്ങണ വീഡിയോ എടുക്കണല്ലേ സെറ്റായിട്ട്. അഡ്വഞ്ചർ കാ നെക്സ്റ്റ് ലെവൽ. കുറച്ച് റൈറ്റ് എടുക്കടാ. റൈറ്റ് ആണ് ശിവോ. റൈറ്റ് ആണ് എടുത്തായി. സെറ്റ് പറ്റുന്നുണ്ടോ? എല്ലാം കൂടെ നീ പറയരുത്. Okay. ഗൈസ്, ഇത് ഗാട്ട ലൂപ്സ് ആണ് കേട്ടോ. അതായത് ഭയങ്കര ഡീപ്പായിട്ട് നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഡീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ഹെയർ പിൻസ് ആണ്. ഇവിടേക്ക് മാത്രമല്ല, മുകളിലേക്ക് ഒരുപാട് വെന്റുകളാണ്. നമ്മൾ എത്ര വെന്റ് ഇറങ്ങിയിട്ടുണ്ടാവൂടാ അല്ലേ? ഉണ്ട് ഈ മുകളിലേക്ക്. ഈ മല മൊത്തം ഡീപ്പായിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഫുള്ള് ഹെയർ പിൻസ്. നിങ്ങൾ അങ്ങോട്ട് നോക്കിയപ്പോ കംപ്ലീറ്റ് മാറിട്ടോ സ്ഥലം. അവിടെ വല്ല പണ്ട് നമ്മൾ വല്ല അമ്പലത്തിനോ അല്ലെങ്കിൽ വീടുകൾക്കോ തൂണുണ്ടാക്കുന്ന പോലത്തെ മണ്ണിന്റെ എന്താണ് പുറ്റി, മൺപുറ്റി. യെസ്. അപ്പം ആ ഒരു കാഴ്ചയും കണ്ട് മുമ്പിലെ ഈ ഐസിമലയും കണ്ട് നമ്മളിങ്ങനെ പോവാണ്. അടിപൊളി റോഡ് അല്ലേ? 2 വര കുറേ നേരത്തിന് ശേഷം സംഗതി ക്ലച്ചും ബ്രേക്കും ഒക്കെ പിടിച്ച് നമ്മള് പണി തീർന്ന അവസ്ഥയായി. അപ്പം ഇനി ഒരു 10 കിലോമീറ്റർ പോയി നമുക്ക് സർച്ച് കിട്ടും. അപ്പോൾ സർച്ചിട്ട് നമ്മൾ ചെറിയൊരു 10-15 മിനിറ്റ് ബ്രേക്ക് എടുക്കാനുള്ള പരിപാടിയാണ്. ഇപ്പോൾ സമയം 4 മണിയായി. അങ്ങനെ നമ്മൾ ഏതാനും നിമിഷത്തിനകം സർച്ചിലേക്ക് എത്തുന്നു. അതായത് സർച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ഹിമാചലിലേക്ക് കയറാൻ നിൽക്കുകയാണ്. നമ്മൾ എത്രാമത്തെ സംസ്ഥാനം വിഷ്ണു? കേരള, തമിഴ്നാട്, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത്, രാജസ്ഥാൻ, ഹരിയാന, ഇപ്പം ഹിമാചൽ. 10ാമത്തെ. എത്ര യൂണിയൻ ടെറിട്ടറി കവർ ചെയ്ത്? 10ാമത്തെ സംസ്ഥാനം നമ്മളെ. അതേപോലെ യൂണിയൻ ടെറിട്ടറി നോക്കുകയാണെങ്കിൽ ജമ്മു കാശ്മീർ 1, ലഡാക്ക് 1, ദാമന്തി 1, പിന്നെ ദാമന്തിയുടെ അടുത്തുള്ള ഒരു സ്ഥലം കയറി പോകുന്നല്ലോ നമ്മള്, അത് പോണ്ടിച്ചേരി 1. ഇനി നമ്മൾ ഡൽഹി കവർ ചെയ്യും പറ്റണം ഇൻഷാ അല്ലാഹ്. അപ്പം വിഷ്ണു അച്ഛ കാര്യം പറ. മെയിൻ കാര്യം അങ്ങനെ ഒരു 10-20 ദിവസത്തിന് ശേഷം എന്റെ മൊബൈൽ ശബ്ദിക്കാൻ തുടങ്ങി. ഒരു 10-20 എന്റെ കിട്ടിയില്ല, എന്റെ എയർടെൽ കിട്ടിയില്ല, ജിയോണ്ട് കിട്ടി. ഒരു 10-25 ദിവസത്തിന് ശേഷം കേട്ടോ നമ്മള് ബാക്ക് ടു നോർമൽ ലൈഫിലേക്ക് വരുന്നത്. എന്തായാലും കുറെ എക്സ്പീരിയൻസ് ആയില്ലേ ലഡാക്കും കാശ്മീരും. സത്യം. എന്താ സ്ഥലം. അങ്ങനെ ഫൈനലി നമ്മളിതാ സർച്ചൂല് എത്തിയിട്ടുണ്ട്. പണ്ട് സർച്ചൂല് നമ്മൾക്ക് ഇവിടെ പേരും കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്തിട്ട് വേണം പോവാന്.
ഇപ്പൊ എന്താ അറിയില്ല, ഇവിടെയൊക്കെ കുറെ ക്യാമ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. നമുക്കിനി സെർച്ച് കഴിഞ്ഞാൽ വീണ്ടും കാറ്റ് കയറി തുടങ്ങണം. അതിന് മുന്നേ നമുക്ക് ഇവിടെ ചായ അടിക്കാനുള്ള സെറ്റപ്പ് കണ്ടു കഴിഞ്ഞാൽ നിർത്തണം. റൈറ്റ് സൈഡ് എടുത്തിയാലോ? ഓരോ റൈഡേഴ്സ് വന്ന് അവരുടെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഒട്ടിക്കുന്നത് നമുക്ക് അറിയുന്ന ആരെങ്കിലും ഉണ്ടോക്കാം. മാഡി റൈഡർ. പക്ഷേ നമ്മളറിയുന്ന ആരുമില്ലല്ലോ വിഷ്ണു. നമുക്ക് ആരെങ്കിലും അറിഞ്ഞാലല്ലോ നമുക്കിത് മനസ്സിലാവുള്ളൂ. നമുക്കാണ് സ്വന്തമായിട്ട് ലോഗും ഇല്ലല്ലേ. നമ്മളെ ലോഗ് ഇവനാടാ. ഇന്നത്തെ സ്ഥലമായതുകൊണ്ട് തന്നെ വൻ എക്സ്പെൻസീവ് കേട്ടോ. ആ ബിസ്ക്കറ്റിന് 40 റുപ്യ, 30 റുപ്യ ഉള്ളതിന്, ചായക്ക് 20 റുപ്യ, ബ്രെഡ് ഓംപ്ലേറ്റിന് 70 റുപ്യ. ബ്രെഡ് എടുത്തില്ല, ഓംപ്ലേറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ കിടക്കൊക്കെ 250 റുപ്യ കേട്ടോ. ഇത് മാത്രം റീസണബിൾ പ്രൈസാണ്. ആ പക്ഷെ നമ്മൾ സെപ്പറേറ്റ് എടുക്കുകയാണെങ്കിൽ 6 റുപ്യ. ഈ വെള്ളം ഉണ്ടല്ലോ.